ശ്രീ SDR കുമാർ, പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ രാജ്യം കാത്തിരുന്ന ഒരു അഭിമാന നിമിഷമാണ് ഇന്ന് അയോധ്യയിൽ സരയൂ നദീതീരത്ത് സംഭവിച്ചിരിക്കുന്നത്. ലോകമെങ്ങുമുള്ള കോടിക്കണക്കിന് രാമഭക്തർ ഒരുപക്ഷെ 500 വർഷത്തോളമായി അവരുടെ ദീർഘമായ കാത്തിരിപ്പ്, അയോധ്യയിലേക്ക് നേരത്തെ യാത്രകൾ നടത്തിയ അനേകർ, അവരെല്ലാം ഈ ഒരു ധന്യ നിമിഷം പിറക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രാമജന്മഭൂമി ഈ ദിവസത്തോടുകൂടി സ്വതന്ത്രമായിരിക്കുന്നു എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകളെ അടക്കം നാം എങ്ങനെയാണ് ഈ ദിനത്തെ അടയാളപ്പെടുത്തേണ്ടത്? എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഭക്തജനങ്ങളെ സംബന്ധിച്ചും എല്ലാ ഭാരതീയരെ സംബന്ധിച്ചും വളരെ വിശേഷപ്പെട്ട ഒരു സ്വപ്ന സാഫല്യത്തിൻ്റെ ദിനമാണ്. ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടത് ഇന്നിവിടെ അവിടെ നടന്ന ശിലാപൂജ, അതുപോലെ തന്നെ ഭൂമി പൂജ, ശിലാസ്ഥാപനം എല്ലാം ഒരു നവഭാരതത്തിൻ്റെ പുനർസൃഷ്ടിയുടെ ശിലാസ്ഥാപനമായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഏതാണ്ട് 500 വർഷങ്ങളോളം വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഭാരതീയർ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഒരു ക്ഷേത്രം, ഒരു ദേവാലയം എന്നതിനപ്പുറം ഒരു സംസ്കാരത്തിനേറ്റ മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടി, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലകൊണ്ട ഒരു സംസ്കാരത്തിനേറ്റ മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടി എങ്ങനെയായിരുന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മുമ്പ് ഭാരതം അത്തരത്തിലേക്ക് ഒരു ലോകഗുരുവിൻ്റെ സ്ഥാനത്തിലേക്ക് ഭാരതത്തിൻ്റെ തിരിച്ചുവരവിനുള്ള ഒരു പുനർചിന്തനത്തിനും അതിൻ്റെ ഒരു ശിലാസ്ഥാപനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സുദിനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അത് പലപ്പോഴും നമ്മളിൽ പലർക്കും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഈ ജന്മത്തിൽ കാണാൻ സാധിക്കുമെന്നോ വിചാരിച്ച ഒരു കാര്യമല്ല എന്നുകൂടി ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 500 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അതിൻ്റെ ചരിത്രം അറിയാവുന്ന പലർക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ച് എന്നായിരിക്കും തീർച്ചയായിട്ടും ഒരു സാഫല്യം ഉണ്ടാകും എന്നുള്ളതിന് ആർക്കും യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് 1528 ഈ ക്ഷേത്രം തകർക്കപ്പെട്ട സമയത്ത് അവിടെ സന്നിധരായി അതിനെ എതിർത്ത് വീരമൃത്യു വരിച്ച നമ്മളുടെ സഹോദരന്മാർ, നമ്മുടെ പൂർവികന്മാർക്ക് പോലും അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അത് തിരികെ കിട്ടും, ശ്രീരാമന് വേണ്ടിയിട്ട് അവിടെ ഭവ്യമായൊരു ക്ഷേത്രം നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിരന്തരമായ ഏറ്റുമുട്ടലുകളും പ്രക്ഷോഭങ്ങളും നിയമയുദ്ധങ്ങളും എല്ലാം ഇതിൻ്റെ പിന്നിൽ നടന്നത്. അതേസമയത്ത് അത്തരം ഒരു സാഫല്യം അന്തിമമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു ഭവ്യമായ ക്ഷേത്ര നിർമ്മാണം സാധിക്കില്ല എന്ന് ഏതെങ്കിലും ഒരു സമയത്ത്, ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഇത് കൈവിട്ടു പോയിനെ. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കാണേണ്ടത് ഈ മിർബാഖീമിന്റെ സേന, ബാബർ മിർബാഖീം എന്ന സേനാധിപനെ അയച്ച് ഈ ക്ഷേത്രം നശിപ്പിച്ച് അവിടെ ഈ തർക്ക മന്ദിരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയപ്പോൾ തന്നെ നമുക്കറിയാം അയോധ്യയും ചുറ്റുപാടുമുള്ള ആയിരക്കണക്കിന് ഹൈന്ദവ സമാജത്തിന്റെ ധീരയോദ്ധാക്കൾ അവിടെ എത്തുകയും അതിനെ ശക്തമായി എതിർക്കുകയും ഏതാണ്ട് 17 ദിവസം നീണ്ടു നിന്ന ഏറ്റുമുട്ടലുകൾക്ക്, നമുക്കറിയാം നിരായുധരായ ഭക്തജനങ്ങളായിരുന്നു അവർ. രാമനാമജപം മാത്രമായിരുന്നു അവരുടെ ആയുധം. അവര് ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് 77-ൽ പരം ഏറ്റുമുട്ടലുകളാണ് ഈ രാമജന്മഭൂമിയിലെ ക്ഷേത്രം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ധീര ധർമ്മയോദ്ധാക്കളായ ഭാരതീയർ നടത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്നല്ലെങ്കിൽ നാളെ സാഫല്യം കാണും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാം പൂർവികന്മാർ ഈ ഭൂമിക്ക് ഏകിയ താങ്ങും തണലുമെല്ലാം അവരുടെ ജീവൻ പോലും സമർപ്പിച്ചുകൊണ്ട് ഇത്രത്തോളം ഒരു പുണ്യമായ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ദിവ്യമായ ത്യാഗം, അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് ഈ തലമുറയിലുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു. അത് കാണാനുള്ള സൗഭാഗ്യം, അത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം
നമുക്ക് കൈവന്നത് ഒരു ചെറിയ വിഷയമല്ല. തീർച്ചയായിട്ടും അനുഗ്രഹീതമാണ് ഇന്ന് ഈ ഭൂമി. ദേവഭൂമിയാണ് ഭാരതം. നമ്മൾ കുറച്ചു നാളായിട്ട് കാണുന്നുണ്ട്. ശ്രീ നരേന്ദ്രമോദിജിയാണ് ഇന്ന് ഈ ശിലാസ്ഥാപനം നടത്തിയെന്ന് നമ്മൾ കണ്ടു. അതിനൊരു പ്രത്യേക നിമിത്തമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നഷ്ടപ്പെട്ടു പോയ പ്രതാപമെല്ലാം ഭാരതത്തിന് തിരികെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും കഠിനമായി അധ്വാനം ചെയ്യുകയും അതിലൊക്കെ വിജയിക്കുകയും ലോകത്തെമ്പാടും ആളുകൾ പ്രകീർത്തിക്കുകയും ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിജി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈയാൽ ഈ ഒരു ചടങ്ങ് നടന്നു കണ്ടതും അതുപോലെ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇപ്പോൾ കഴിഞ്ഞ പ്രഭാഷണം അതിൽ അദ്ദേഹം ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. എല്ലാ ജാതി സമൂഹങ്ങൾക്കും വേണ്ടി, ഭാരതീയർക്കു വേണ്ടി നിലകൊള്ളുന്ന തരത്തിലേക്കായിരിക്കും ഈ രാമക്ഷേത്രം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ സർവമുഖങ്ങളായ ഐശ്വര്യങ്ങൾക്കും ഇനിയും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വരുന്ന തലമുറകൾക്കും എല്ലാം ഒരു മാതൃകയുണ്ടോണം. എങ്ങനെയാണ് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ അദ്ദേഹത്തിന്റെ രാജ്യം ഭരിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ എന്തെല്ലാമായിരുന്നു, അതെല്ലാം സാക്ഷാത്കരിക്ക തരത്തിലേക്ക് ഈ ഭാരതത്തെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ശുഭമുഹൂർത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ആദ്യമേ ചെയ്യേണ്ടത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ലക്ഷോപലക്ഷം ആളുകൾ, 3,70,000-ൽ പരം സഹോദരന്മാരെയാണ് ബലിദാനികളായിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമുക്കറിയാം 77 ഏറ്റുമുട്ടലുകളിൽ. അതുപോലെ തന്നെ എത്രയോ മഹാത്മാക്കൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചു. ഈ നേരിട്ടുള്ള പോരാട്ടത്തിന് ശേഷം നമുക്കറിയാം 1950 മുതൽ കോടതിയിൽ കേസ് വരികയും അതിനുവേണ്ടി പ്രയത്നിച്ച ഗോപാൽ സിംഗ്ജി തുടങ്ങി ഇങ്ങോട്ടുള്ള പല ആളുകളും, നിർമോഹി അഖാഡ, അവരെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ രാം ജന്മഭൂമി നിയാസ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് അത് രൂപീകൃതമായതും. അത് ശ്രീരാമന് വേണ്ടിയിട്ട് ഈ കേസുകൾ നടത്തിയിരുന്ന ഒരു ട്രസ്റ്റാണ്.